ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണെന്ന് പറയുന്നത്. ഇതൊരു ചട്നിയാണ്. ഇതൊരു അച്ചാറിന് സമാനമായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ കാര്യമാണ്. ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതായത് ഇതൊരു മാങ്ങ ചമ്മന്തി എന്നല്ല പറയുക, നമ്മളൊരു അച്ചാർ പോലെ ചെയ്യുന്ന ഒരു ചട്നിയാണ് മാംഗോ ചട്നി. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. പച്ചമാങ്ങ കൊണ്ടാണ് ചെയ്യേണ്ടത്. ഒരു പച്ചമാങ്ങ, ഒരുപാട് പുളിയുള്ളതല്ല, ഒരു മീഡിയം അങ്ങനത്തെ. നമ്മൾ ഈ വെള്ളരി മാങ്ങ എന്നൊക്കെ പറയുന്ന ടൈപ്പ്. അത് കുറച്ച് പുളി ഉണ്ടാവും, പക്ഷേ ഒരുപാടല്ല. അപ്പോൾ അത് അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വയ്ക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു വറ്റൽമുളകും കൊച്ചുള്ളി വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴറ്റണം ഇച്ചിരി എണ്ണയിൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാംഗോ ചട്നി തയ്യാറാക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ഇതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് കാണാം. സ്പൈസി മാംഗോ ചട്നി ചേരുവകൾ: പച്ചമാങ്ങ, അധികം പുളിയില്ലാത്തത്, ഒരു ഇടത്തരം സൈസിലുള്ളത്, തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയത്, വറ്റൽമുളക് 15 എണ്ണം, കൊച്ചുള്ളി 15 എണ്ണം, വെളുത്തുള്ളി 6 എണ്ണം, ഉഴുന്നുപരിപ്പ് 1 ടീസ്പൂൺ, കടലപ്പരിപ്പ് 1 ടീസ്പൂൺ, കായപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യാനുസരണം. അടുപ്പ് കത്തിക്കാം. ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇതിലേക്ക് ഒരു 10 മുതൽ 12 15 എരിവിനനുസരിച്ചിട്ട്, ഇത് ചെറിയ വറ്റൽമുളകാണ്, അതുകൊണ്ട് ഞാനൊരു 10-14 എണ്ണം എടുത്തിട്ടുണ്ട്. മുറിച്ചിടാം. ആദ്യം ഒന്ന് വറുത്ത് മാറ്റാം. ഇതാദ്യം ഒന്ന് വറുക്കാം. കുറച്ചൊരു കരുകരുപ്പായിട്ട് വറുത്ത് മാറ്റാം. മൂത്ത് തുടങ്ങുമ്പോൾ ഇവിടെ ചുമയായിരിക്കും. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അത്രേ ഞാൻ ചേർത്തിട്ടുള്ളൂ. പാകത്തിന് മൊരിച്ചെടുക്കാം. ഏതാണ്ട് മൂത്ത് കഴിഞ്ഞു. ഇനി എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ മുളക് വറുത്ത് മാറ്റി. ഇനി വീണ്ടും ഒരല്പം എണ്ണ ഒഴിക്കാം, 1 ടീസ്പൂൺ. എന്നിട്ട് ഇതിലേക്ക് കൊച്ചുള്ളി വെളുത്തുള്ളി, ഒരു 10 കൊച്ചുള്ളി, ഒരു 15 ചെറിയ ഉള്ളി, ഒരു 6 വെളുത്തുള്ളിയുടെ അല്ലി, 6-7 അത്ര എടുക്കാം. അതും ഈ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വാടി വെളുത്തുള്ളിയുടെ നിറമൊക്കെ മാറാൻ തുടങ്ങുന്നു. രണ്ടിൻ്റെയും, ചെറിയ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും. അപ്പോൾ ഈ മാങ്ങയുടെ കഷ്ണങ്ങൾ അതും കൂടി ചേർക്കാം. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഒരു ഫുൾ മാങ്ങയാണ് എടുത്തത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർക്കാം. എല്ലാം കൂടി മൂക്കട്ടെ. ഇപ്പോൾ ഉഴുന്നുപരിപ്പ് കടലപ്പരിപ്പ് എല്ലാം പാകത്തിന് മൂത്തും ബ്രൗണായി തുടങ്ങി. പച്ചമാങ്ങ അതേ നോക്കിയേ ഒന്ന് വാടി തുടങ്ങി, നന്നായിട്ട് വാടിയിട്ടുണ്ട്. കുഴഞ്ഞിട്ടില്ല, ഏതാണ്ട് വാടി ഇങ്ങനെ വരുന്നു. മതി, തീ ഓഫ് ചെയ്യുക. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരല്പം തണുക്കാൻ വെയിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കും. ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതിൻ്റെ കൂടെ ഈ നമ്മൾ നേരത്തെ വറുത്ത വറ്റൽമുളകും
ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒന്ന് തണുത്തോട്ടെ. അത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒരുവിധം പേസ്റ്റി ആയിട്ട് തന്നെ അരച്ച് കൊണ്ടുവരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. മാങ്ങാ മിശ്രിതമൊക്കെ അല്പം ഒന്ന് തണുത്ത ശേഷം ഞാൻ മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് അരച്ചെടുത്തു. ഓക്കെ, നല്ല ഒരു ചട്നിയായിട്ട് മാറിയിട്ടുണ്ട്. നല്ല മുളക് ചമ്മന്തി പോലെ മാങ്ങ ചമ്മന്തി. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ പുളിയൊക്കെ ചേർത്ത് ചട്നി ഉണ്ടാക്കില്ലേ, പുളി ചേർത്ത മുളക് ചമ്മന്തി അതുപോലെ തന്നെയാണ്. പക്ഷെ പുളിക്ക് പകരം മാങ്ങ. ഞാൻ ഇച്ചിരി ഉപ്പൊക്കെ നോക്കി, അടിപൊളിയായിരിക്കുന്നു. ഇനി ഇതിലേക്കൊരു താളിപ്പ്. ആ താളിക്കുന്ന സമയത്ത് കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ ആ കാര്യം കൂടി ചെയ്യും. അപ്പോൾ നമ്മുടെ മാംഗോ ചമ്മന്തി അഥവാ മാംഗോ ചട്നി ഏതാണ്ട് റെഡിയാണ്. ഇനി താളിക്കൽ മാത്രമേ ഉള്ളൂ. വെളിച്ചെണ്ണയിൽ തന്നെ താളിക്കാം, നല്ലെണ്ണയിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കൂടുതൽ എണ്ണ ഞാൻ എടുക്കുന്നു. ഇതുവരെ നമ്മൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഇനി അതിൽ കൂടുതൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കും. എണ്ണ നല്ല ചൂടായിട്ട് കടുക്, വറ്റൽമുളക് വേണ്ട, കടുക്, കറിവേപ്പില, പിന്നെ കുറച്ച് കായപ്പൊടി, ഉലുവാപ്പൊടി. എണ്ണ ചൂടായി തുടങ്ങി. ഇനി 1 ടീസ്പൂൺ കടുക്, പൊട്ടിത്തുടങ്ങി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇത്ര മതി. കറിവേപ്പില, ആഹാ എന്താ മണം, രക്ഷയില്ലാത്ത മണം. ഇനി ഇത് നേരെ നമ്മുടെ ചട്നിയുടെ മുകളിലേക്ക് ഒഴിക്കാം. കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിരിക്കുന്നത് മിക്സ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് കറക്റ്റായിട്ട് കയറി. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉപയോഗിച്ചത്. നല്ലൊരു മിക്സിങ്. ആഹാ, ഈ മിക്സിങ്ങിലാണ് കായപ്പൊടിയുടെ ടേസ്റ്റും ഉലുവാപ്പൊടിയുടെ ടേസ്റ്റും ഒക്കെ ഈ ചട്നിയിലേക്ക് യോജിച്ച് കിട്ടുന്നത്. ചൂടെണ്ണയും എല്ലാം കൂടി വരുമ്പോൾ ആഹാ എന്താ രുചിയെന്നറിയാം. ഇത് വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയിലും ചെയ്യും. അങ്ങനെ എത്ര ടേസ്റ്റാണെന്നൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സ്വാദുള്ള ഒരു മാംഗോ ചട്നി ഇവിടെ റെഡിയാക്കി. നല്ല എരിവും പുളിയും എല്ലാം ആയിട്ട്. ഇത് നല്ല ചെണ്ട മുറിയൻ പോലെ കപ്പ പുഴുങ്ങിയെടുക്കില്ലേ നമ്മൾ വലിയ വലിയ പീസസ് ആയിട്ട്, അങ്ങനെ വേവിച്ച കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ എക്സലൻ്റ് ആയിരിക്കും. പിന്നെ ചോറാണെങ്കിൽ ഒരു പറ ചോറുണ്ടെന്ന് നമ്മൾ പറയില്ലേ, ഈ ചമ്മന്തി മാത്രം മതി. ഈ ചട്നി കൂട്ടി ഒന്ന് കഴിച്ച് നോക്കൂ, ഗംഭീരമായിരിക്കും. വേണമെങ്കിൽ ഒരു പപ്പടം കൂടി ആകാം കേട്ടോ, അത്രേ ഉള്ളൂ. അത്രയ്ക്ക് അടിപൊളിയാണ്, എക്സലൻ്റ് ആണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയില്ലേ, സോ നൈസ്. വേറെ ഒന്നും പറയാനില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷേ ഇനി വീണ്ടും എനിക്ക് ടേസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. അടിപൊളി ചമ്മന്തിയാണിത്, മാംഗോ ചട്നി. തീർച്ചയായിട്ടും പരീക്ഷിക്കണം, എല്ലാവർക്കും ഇഷ്ടം. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ബട്ടർ ക്രീം പുഡിംഗ് സെറ്റായി കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റാകാനായിട്ട് ഫ്രീസറിലാണ് വെച്ചത്. നോക്കിക്കോളൂ. ഇനി ഇത് കറക്റ്റായിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് തന്നെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. പിന്നെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ മാംഗോ ചട്നി, ഫയറി ചട്നിയാണ്. എനിക്ക് പറയാറില്ല കേട്ടോ. പുളിയും എരിവും എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഗംഭീരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഈ 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.